നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി വലപ്പാട് ഉപജില്ല ദ്വിദിന ക്യാമ്പിന് തുടക്കം. ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തുതൊഴിലാളി യൂണിയൻ 80ാം വാർഷികാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി സ്മൃതിയും ചെത്തുതൊഴിലാളികളെ ആദരിക്കലും നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പരീക്കുട്ടി മാസ്റ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ആനിമേഷൻ സിനിമ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി വലപ്പാട് ഉപജില്ല ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു. 30 വരെ 4 ദിവസങ്ങളിലായി വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ആനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലാണ് പരിശീലനം നടക്കുന്നത്. ആനിമേഷൻ വിഭാഗത്തിൽ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കാൻ 3D ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ആനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ, കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് എന്നീ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ വിദഗ്ധരാക്കാനുള്ള പരിശീലനമാണ് നടക്കുന്നത്. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഗെയിം നിർമ്മാണം, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ ഉപയോഗിച്ചുള്ള ആധുനിക ഉപകരണങ്ങളുടെ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള തരംതിരിക്കൽ യന്ത്രം എന്നിവയിൽ പരിശീലനം നൽകും. വലപ്പാട് ഉപജില്ലയിലെ ഹൈസ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ 100ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മാസ്റ്റർ ട്രെയിനർ വിജുമോൻ, ആർപിമാരായ ദിനേഷ് പി ഡി, ബേബി CS, ലീന KG, ബിന്ദു TG എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഉപജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കും. ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. 2 ക്ലാസ് നമുക്ക് വേണം. ഏതൊക്കെയാണ് ക്ലാസ്? ഫസ്റ്റ് ക്ലാസ് സ്ലീപ്പ്, ഉറങ്ങുന്ന ക്ലാസ് ഉണ്ടാക്കണം. എങ്ങനെ? നമ്മൾ ഉറങ്ങുന്ന പല രീതിയിൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. മറ്റൊന്ന് നോ സ്ലീപ്പ് എന്ന് പറയുന്ന അടുത്ത ഒരു മോഡൽ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ സെക്യൂരിറ്റി ഡോറിൽ എന്താ ചെയ്തത്? നമ്മൾ ഓണർ ഡാറ്റയുമായിട്ട് നമ്മളെടുത്ത ഡാറ്റ മാച്ച് ചെയ്യുകയാണെങ്കിൽ കമാൻഡ് കൊടുക്കും അല്ലേ? അതുപോലെ ഉറങ്ങുന്ന സമയം അതിലെടുത്ത ഡാറ്റയുമായിട്ട് ഇപ്പോഴത്തെ റിയൽ ടൈം ക്യാമറയിലെ വ്യൂ മാച്ച് ചെയ്യുകയാണെങ്കിൽ അല്ല. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിന് ചലച്ചിത്ര അവാർഡ് നൈറ്റും കടൽ മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. പിശിക്കുന്നത് ജീവിതത്തിൽ അറിയാത്ത എന്നോടാ താൻ 2000 രൂപ പെട്രോൾ അടിച്ചോ, പിന്നെ അതിൽ നിന്നൊരു 100 രൂപയ്ക്ക് ഫുൾ അടിച്ചോ. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിൽ ചലച്ചിത്ര അവാർഡ് നൈറ്റും കടൽ മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിരുന്നും നടന്നു. ചലച്ചിത്ര താരങ്ങൾ, സംവിധായകർ എന്നിവർക്ക് സംഘാടക സമിതി അംഗങ്ങളും വിശിഷ്ട വ്യക്തികളും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പാട്ടും ഡാൻസും അടങ്ങിയ ഗോൾഡൻ റീൽസും നടന്നു. നിരവധി പേരാണ് ബീച്ച് ഫെസ്റ്റിവലിൽ എത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ വരുന്ന വഴിക്ക് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു നാടാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എങ്ങനെ ഇവിടെ എത്തിയതെന്ന് അറിയില്ല. ഇപ്പോൾ വന്ന് ഏകദേശം ഒരു 11 വർഷമായി.
എന്നെ കൊണ്ട് സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും മുന്നോട്ട് അതേപോലെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുന്നു. പിന്നെ ഒരുപാട് കാലമായ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ട് ഈ അവാർഡിന് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അത് ആൺപ്രതിമയാണോ പെൺപ്രതിമയാണോ എന്ന് ഞാൻ അതിനകത്ത് എന്തിനാണ് എനിക്ക് പെൺപ്രതിമ വേണ്ട എന്ന് പറയുന്നിടത്ത് എന്തിനാണ് ഈ സമൂഹത്തിന് സൊസൈറ്റിയോട് ഞാൻ എന്ത് സ്ത്രീവിരുദ്ധതയാണ് പറയുന്നത്? ഞാൻ പറയുന്നത് സ്ത്രീകളെ അങ്ങനെ ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കരുതെന്നാണ്, അവരെ ആദരിക്കണമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ത്രീ ശരീരത്തെ മാത്രം ഇങ്ങനെ ശില്പമായിട്ടും ചിത്രമായിട്ടും വരച്ചു വയ്ക്കുന്നത്? ഞാൻ ഈ പ്രതിമ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ ഭാര്യയ്ക്കും സമർപ്പിക്കുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ ഭിനേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് AS, പഞ്ചായത്ത് മെമ്പർമാരായ ഷിബീർ അലി, ശ്രീജിത്ത് KB, നൌഫുൽ വലിയകത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് AL എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ടെസ്സി CD പദ്ധതി വിശദീകരിച്ചു. 13 ലക്ഷം രൂപ ചെലവഴിച്ച് 36 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് അനുവദിച്ചത്. വരും വർഷങ്ങളിലും അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D റീജിയൻ 19ന്റെ കൾച്ചറൽ ഫെസ്റ്റ് മഴവില്ല ഭാരതീയ വിദ്യാമന്ദിർ വലപ്പാടിൽ വെച്ച് സംഘടിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഡി ദാസ് കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ RIM സഖറിയ അധ്യക്ഷത വഹിച്ചു. ലാൻഡ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് റോണി പോൾ മുഖ്യ അതിഥിയായിരുന്നു. റീജിയൻ 19ലെ ക്ലബ്ബുകളിൽ നിന്ന് 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന ചടങ്ങിൽ വിജയികളായ എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. സമ്മാനദാനത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയ വേണു ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ RIM സക്കറിയ, സോണൽ ചെയർപേഴ്സൺമാരായ ആനി ജോസഫ്, മദനകുമാർ, ഗോവിന്ദൻ, ഏരിയ ചെയർപേഴ്സൺ സീമ സക്കറിയ, വലപ്പാട് ലയൺസ് ക്ലബ് പ്രസിഡന്റും കൾച്ചറൽ ഫെസ്റ്റ് കോർഡിനേറ്ററുമായ അജിത് പ്രസാദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. DC-മാരായ ഭരതൻ, PS ഉണ്ണികൃഷ്ണൻ, ജോസ് താടിക്കാരൻ, സേവിയർ പുത്തൂർ, തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ, സെക്രട്ടറി രാമചന്ദ്രൻ, ട്രഷറർ രൂപലേഖ, ബിന്ദു, ഭിന്നി KT, പ്രീതി ഭിന്നി, രജനി ഉണ്ണികൃഷ്ണൻ, അഫ്ര, ഉണ്ണികൃഷ്ണൻ ഖോറോത്ത്, ബിന്ദു സന്തോഷ്, മേരി ഭോപ്പൻ, തളിക്കുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഖദൻ, നാട്ടിക ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി വാസൻ, വാടാനപ്പള്ളി ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഒരു ദിവസം ഒരാൾ മോർണിംഗ് വാക്കിനായിട്ട് കടപ്പുറത്ത് കടൽ തീരത്തോടുകൂടി നടക്കുമ്പോൾ ഈ സ്റ്റാർ ഫിഷ് നമുക്കറിയില്ല, ഫിഷെല്ലാം നിറച്ച് സ്റ്റാർ ഫിഷ് തിരയിലിങ്ങനെ കടപ്പുറത്ത് പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ വെയിൽ വരുമ്പോൾ ചത്തു അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഈ സ്റ്റാർ ഫിഷിനെടുത്ത് കടൽ തീരത്തിൽ. അപ്പോൾ ഈ കണ്ണാട് വന്നിട്ട് ചോദിച്ചു, മോനെ ഇത് മുഴുവൻ മോനെ എന്താ അറിയാൻ പറ്റുമോ?
ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തുതൊഴിലാളി യൂണിയൻ AITUC 80ാം വാർഷികാഘോഷം സമാപനത്തിന്റെ ഭാഗമായി കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച രക്തസാക്ഷി സ്മൃതിയും ചെത്തുതൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ചത് ജോർജ് ജടൈമുറിയെയാണ്. സാമുദായികമായി ഈഴവ സമുദായത്തിൽപ്പെട്ട ചെത്തുതൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാൻ, അവരെ സംഘടിതരാക്കാൻ, സംഘടന എന്തെന്ന് പഠിപ്പിക്കാനും യൂണിയനെ നയിക്കാനും പാർട്ടി നിയോഗിച്ചതാണ് ജോർജ് ജടൈമുറിയെ. ജടൈമുറി എറണാകുളത്ത് നിന്ന് അന്തിക്കാട് എത്തി. അന്തിക്കാട് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവെ വരുന്നതാണ് ഈ പ്രസ്ഥാനത്തിലൊക്കെ. അന്തിക്കാട് എന്ന് പറഞ്ഞാൽ അന്തിക്കാട് നടയല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഏനാമാവ് പെരിങ്ങോട്ടുകരം പ്രദേശത്തെയാണ് അന്തിക്കാട് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നു. അന്ന് മാങ്ങാട്ടുകരയിൽ പോയി. സംഘാടക സമിതി ചെയർമാൻ VG രാധാകൃഷ്ണൻ അധ്യക്ഷനായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK കൃഷ്ണൻ, NK സുബ്രഹ്മണ്യൻ, ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി PS ജയൻ, AITUC മണ്ഡലം സെക്രട്ടറി സണ്ണി വടക്കൻ, PB ഹരിദാസ്, MR മോഹനൻ എന്നിവർ സംസാരിച്ചു. മലദൈവങ്ങൾക്കും കൂട്ടാളികൾക്കുമുള്ള വരവേൽപ്പോടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ തിറവെള്ളാട്ട് 1ാം ദിവസ ചടങ്ങുകൾക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികളുടെ നേതൃത്വത്തിൽ തുടക്കമായി. കലാമണ്ഡലം ചന്ദ്രൻ, പെരിങ്ങോട് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടെയും സുനിൽ പുത്തൻ പീടികയുടെ നാദസ്വരമേളത്തോടെയും സുഗീഷ് ഇരിഞ്ഞാലക്കുടയുടെ പ്രാമാണിത്യത്തിൽ തായംഭകയുടെയും അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ ഗരുഡ സന്നിധിയിലേക്കുള്ള തിരുവെഴുന്നേൽപ്പ് നടന്നു. കാവിലമ്മ ചെറുനല്ലൂരിന്റെ ഭദ്രകാളി നൃത്തം, തിരുവനന്തപുരം പൂജാ കലാസമിതിയുടെ ബൊമ്മലാട്ടം, വൈറൽ ഹനുമാൻ, ആനന്ദപുരം ഉദിമനം നാടൻ കലാസംഘത്തിന്റെ കാളക്കളി, തെയ്യം രൂപം എന്നിവയും തിരിച്ചെഴുന്നള്ളിപ്പിന് ശോഭുസ്വാമിയാർ മഠം പ്രമാണത്തിൽ പഞ്ചാരിമേളവും വർണ്ണശബളമായി നടന്നു. ചരിത്രമുറങ്ങുന്ന ദേവദാസി നൃത്ത സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇളവള്ളി നടന നികേതനം അവതരിപ്പിച്ച വിഷ്ണുമായ സ്വാമിയുടെ ചരിതം തിരുമുമ്പിൽ നടനമായി ചിലങ്കയണിഞ്ഞപ്പോൾ ഭക്തജനങ്ങൾ ആനന്ദത്തിൽ ആറാടി. ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര മൂട്ടുപുരയിൽ രാവിലെയും രാത്രിയിലും അന്നദാനവും നടന്നു. ഇതൊരു മഹാ അവതാര പിറവിക്കുള്ള നിയോഗമാണ്. നിന്റെ ധർമ്മസങ്കടം നാം അറിയുന്നു. ശിവചൈതന്യത്തെ ഉൾക്കൊള്ളുവാൻ ശക്തിയായ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞാൻ നിന്റെ രൂപം അണിയുകയാണ്. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖല കുടുംബസംഗമം ജനുവരി 2-ന് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും.
ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ നടക്കുന്ന കുടുംബസംഗമത്തിൽ അസോസിയേഷന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. കാറ്ററിംഗ് സർവീസും കൂട്ടായ്മയും സാമൂഹിക നന്മയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, തൊഴിൽപരമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, കുടുംബം ഒന്നിച്ച് കച്ചവടം ചെയ്യുന്നതിന്റെ പ്രയോജനം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ ഉണ്ടാകും. പ്രൊഫഷണൽ കലാപരിപാടികൾക്ക് പുറമെ അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, ഉപഹാര സമർപ്പണം, ആദരിക്കൽ എന്നിവയും കുടുംബസംഗമത്തിൽ ഉൾപ്പെടുത്തിയതായി ഭാരവാഹികളായ ആസിഫ് അലി, ശശി ആതിഥേയ, VG സതീശൻ, KP ഗോപാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളത്തിന്റെയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളം BRCയുടെ നേതൃത്വത്തിൽ തളിക്കുളം ഗോൾഡൻ ബൂട്ട് ടർഫിൽ വെച്ച് ഭിന്നശേഷി കായികോത്സവത്തോടനുബന്ധിച്ച് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ MR, DPO ബ്രിജി KB, തളിക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ്, CDPO ശുഭ നാരായണൻ, MLSP നഴ്സുമാരായ ടിനു, ലേഖ, തളിക്കുളം PPC സിന്ധു KH, എങ്ങനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ, സെക്രട്ടറി പരമേശ്വരൻ, 8ാം വാർഡ് മെമ്പർ ശിവദാസ് KR എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ ഫുട്ബോൾ മത്സരം നടന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് കേരളത്തിൽ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലാണ് 2 പേർക്ക് ജോലി കൊടുത്തത്. അതിൽ ഒരാൾ ഇപ്പോൾ ഇത് ഖേലോ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത്തിരി സീനിയർ ആകുമ്പോൾ ഖേലോ ഇന്ത്യയിൽ മത്സരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് സ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് നാഷണൽ പോകാനും പിന്നെ അന്തർദേശീയ തലത്തിൽ വരെ മത്സരിക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പടിപടിയായിട്ട് മുന്നോട്ട് പോയാൽ അതിനൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഇപ്പോൾ ഒരു വാച്ച്മാൻ കുട്ടാപ്പു എന്നാണ് നമ്മൾ വിളിക്കുക. അവൻ നാഷണൽ ഖേലോ ഇന്ത്യയിൽ പിന്നെ വിൻ ചെയ്ത ടീമിൽ അംഗമാണ്. അവൻ ഓസ്ട്രേലിയയിൽ പോയി പിന്നെ കളിച്ചു വന്നത്. അതുപോലെ ഒരു ഉയരം കുറഞ്ഞ ഒരു പയ്യൻ അവൻ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ പിന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായി. അപ്പോൾ രണ്ടാൾക്കും നമ്മൾ ജോലി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ ചിലപ്പോൾ ഞങ്ങളെക്കാട്ടിയൊക്കെ നന്നായി കഴിവുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പരീക്കുട്ടി മാസ്റ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രജനി ബാബു, വാർഡ് മെമ്പർ ഐഷാബി അബ്ദുൽ ജബ്ബാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, മറ്റു മെമ്പർമാരായ KR ദാസൻ, സെന്തിൽ കുമാർ, നിഖിത P രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഗലേഷ്, തൊഴിലുറപ്പ് AE ജ്യോതി ലിനിത, മുൻ മെമ്പർ അജിത് കുമാർ, PSP നസീർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ആശാ വർക്കർമാർ, CDS, റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ പരീക്കുട്ടി മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏതെങ്കിലും പറമ്പിൽ കൂടെ വന്നിട്ട് നമുക്ക് ഉപകാരപ്രദമായ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ ഈ റോഡിന് സ്ഥലം അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥലം അനുവദിച്ച റസാക്കയുടെ കുടുംബത്തെ ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ അവസരപ്പിക്കുന്നു. അതോടൊപ്പം ഈ റോഡ് 2 പഞ്ചായത്തിൻ്റെ കാലത്താണ് ഈ റോഡ് ആയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഈ റോഡ് ആസ്തിയിൽ രജിസ്റ്റർ ചെയ്ത അജിയെ ഇപ്പോൾ ഇത് നേരെയാക്കി. വലപ്പാട് കോതക്കുളം മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ജോൺ പുലിക്കോട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മീനാകുമാർ വലപ്പാട് അധ്യക്ഷനായി. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റർ നബിൽ വിജയ്, സൗത്ത് സോൺ ട്രിപ്പിൾ ജംപ് ചാമ്പ്യൻ അഞ്ജലി വലപ്പാട് എന്നിവർ മുഖ്യാതിഥികളായി. മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്റർ ഡയറക്ടർ റഫീഖ് റോഷ് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ഫിറ്റ്നസ് ചലഞ്ച് മത്സരത്തിൽ വിജയികളായവർക്ക് ഹരീഷ് വിവേകാനന്ദൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഗുണകരമായ മിഷനറി ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുക, ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ ശരീരത്തിനെ എങ്ങനെ ഉൾക്കൊണ്ടു പോകുക എന്നുള്ള മിഷനറി ഉള്ള ഒരു സ്ഥാപനമാണ് മണപ്പുറം ഫിറ്റ്നസ്. ഞാൻ പല ജിംനേഷ്യങ്ങളിൽ പോവുകയും അവിടുത്തെ മിഷനറി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഒരു പാർട്സിന് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും ഉചിതമായ ആണ് ഇവിടുത്തെ മിഷനറി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറാ വാക്ക് പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തെ ഇന്നത്തെ രോഗ സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന വ്യക്തികളും അല്ലാത്ത വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു പ്രത്യേകത ശരീരത്തിന്റെ ഉടമകളാണ്. संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप जले आना. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ശ്മശാനത്തിൽ പൂന്തോട്ടം നിർമ്മിച്ചു. NSS സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സ്നേഹ ആരാമം പദ്ധതിയുടെ ഭാഗമായാണ് ശ്മശാനം വൃത്തിയാക്കി പൂന്തോട്ടം വെച്ചുപിടിപ്പിച്ചത്. അധ്യാപകരായ ശോഭ പത്മനാഭൻ, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായി സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 1 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവം സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. രാത്രി ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്ത്രികൻ ശിവമണിയും ഒന്നിക്കുന്ന ഫ്യൂഷൻ ഷോയും പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ, അമൃത സുരേഷ്, ഇന്ദുലേഖ വാര്യർ,
എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും നടക്കും. ജനുവരി 5 നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനംകുട്ടന്മാരാർക്ക് കാനാടിക്കാവിലെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, തുടർന്ന് പെരുവനംകുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം എന്നിവ നടക്കും. ജനുവരി 6 രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാതൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, തുടർന്ന് തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7 രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സൈജു കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ പങ്കെടുത്തു. ജനുവരി 1 സംഗീത നൃത്തോത്സവത്തോട് തുടങ്ങി 3-ാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീരാമപിള്ള സാറിന് വരുന്നുണ്ട്, അദ്ദേഹമുണ്ട്. പിന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ MLA CC ഉണ്ട്, അവരുള്ളതാണ്. പിന്നെ നമ്മുടെ ധനസഹായം നമ്മൾ പാവപ്പെട്ടവർക്കും മറ്റുള്ള ഇതുകളൊക്കെ ചാറ്റി പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ PR കൃഷ്ണരാജ IAS ആണ്, അദ്ദേഹമാണ്. പിന്നെ അതിനുശേഷം 2 പ്രമുഖ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ഒന്ന് CP സാലി, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇൻകോവാസിൻ്റെ ഇപ്പോഴത്തെ ട്രേഡ് കമ്മീഷൻ, ഇന്ത്യൻ ട്രേഡ് കമ്മീഷൻ നിയമിച്ച അദ്ദേഹം. അതുപോലെ തന്നെ ICL ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യൂബ ട്രേഡ് കമ്മീഷനായി നിയമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ രണ്ടും നമ്മുടെ നാട്ടുകാരാണ്. അവർക്ക് ഇത്ര ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മളും അവരൊന്ന് ആദരിക്കുകയാണ്. അതിനുശേഷം ശിവമണി, സ്റ്റീഫൻ ദേവസി കൂടെ ചേർന്ന് തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ടാണ് അത് ഒന്നിച്ച് ചേർന്ന് വലിയ പ്രോഗ്രാം ചെയ്യുന്നത്, ഫ്യൂഷൻ ഷോ. അതിൽ പിന്നെ നമ്മുടെ അന്നേ ദിവസം തന്നെ ഇവിടെ കാനാടിക്കാവിൽ വിഷ്ണുമായ ഭക്തിഗാനങ്ങൾ പാടിയതായ മധു ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ അമൃത സുരേഷ്, അവരും ഈ പ്രോഗ്രാമിൽ കൂടി ചേർന്ന് പാടുന്നുണ്ട്, ഈ ഭക്തിഗാനം പാടുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ കലാമണ്ഡലം പ്രസന്നയുടെ നങ്ങ്യാർകൂത്ത് അവതരണം നടന്നു. നരസിംഹാവതാരം കഥയാണ് അവതരിപ്പിച്ചത്. കലാമണ്ഡലം രവികുമാറും കലാമണ്ഡലം ജയരാജും മിഴാവിലും കുഴിത്താളത്തിൽ കലാമണ്ഡലം സജിതയും അകമ്പടിയേകി. മുപ്പതാം ദിവസം രാവിലെ മുതൽ സംഗീത മണ്ഡപത്തിൽ ഗൗരി നാരായണൻ, അരുൺ ശിവറാം എന്നിവർ സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു. ആലുവ സായി നന്ദൻ വയലിനിലും കോട്ടയം മനോജ് കുമാർ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് ശ്രീഭദ്ര നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച നാട്യാർപ്പണവും രചന ഷജീദ്, സൗരഭ്യ, രാജേഷ്, ബിജിന ദിലീപ് എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യവും ആസ്വാദകരെ ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് ഉല്ലൂക്കര ദശപുഷ്പം തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. കലാകാരന്മാർക്ക് ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും അരുൺ ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.
CMYS ചൂലൂർ മഹൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടിലെ പൗരപ്രമുഖർക്ക് സ്വീകരണവും അറവനമുട്ടും ദഫ്മുട്ടും നടന്നു. ചൂലൂർ മഹൽ ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ധാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. CMYS പ്രസിഡന്റ് ഷാഫി പുളിഞ്ചോട് അധ്യക്ഷനായി. CP സാലിഖ്, VI സലീം, ഡോക്ടർ നിലാൽ മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. TN പ്രതാപൻ MP, മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, CMYS സെക്രട്ടറി ഷെമീർ ചൂലൂർ, ട്രഷറർ ഷമീർ അമ്പലത്ത് വീട്ടിൽ, നാസർ കോടഞ്ചേരി, അഷ്റഫ് വലിയകത്ത്, റഷീദ് അലി വലിയകത്ത്, നിസാർ വലിയകത്ത്, അൻസാർ മുതിരക്കായിൽ എന്നിവർ സംസാരിച്ചു. നടക്കുന്നതും ഉപയോഗിക്കുന്നതും അത് ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അത് നമ്മുടെ തീരദേശ മേഖലയാണ്. അത് ബഹുമാനപ്പെട്ട MPക്കും മുൻ മന്ത്രിയായ MLAക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യാവസ്ഥയാണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകന്മാരും മാതാപിതാക്കളും അതിന് ഞങ്ങളുടെ കൂടെ ഈ CP ട്രസ്റ്റിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏനാമാവ് പെരുങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയന്റെ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പരിപാടികളുടെ സമാപന സമ്മേളനം ജനുവരി 1-2 ദിവസങ്ങളിൽ അന്തിക്കാട് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ TK മാധവൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KP സന്ദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്മൃതി സദസ്സുകൾ, സെമിനാർ, 32 പൂർവ്വകാല യൂണിയൻ നേതാക്കളെ ആദരിക്കൽ, ക്യൂസ്, ഉപന്യാസ മത്സരം, ചരിത്ര ഗ്രന്ഥ പ്രകാശനം, സാംസ്കാരിക സംഗമം, കലാപരിപാടികൾ, പൊതുസമ്മേളനം എന്നിവയാണ് നടക്കുക. 1 രാവിലെ 10 ചടയമൂരി സ്മാരകാങ്കണത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. 2 വൈകിട്ട് 4 അന്തിക്കാട് സെലിബ്രേഷൻ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ട്രഷറർ CR മുരളീധരൻ, KM ജയദേവൻ എന്നിവരും പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അന്തിക്കാട് വെറ്റിനറി പോളിക്ലിനിക് മുഖേന കറവ പശുക്കൾക്ക് സൗജന്യമായി ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി. വെറ്റിനറി സർജൻ ഡോക്ടർ സുശീൽ കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആയ മിൽന സ്മിത്ത്, ലീന മനോജ്, അനിത KA, രഞ്ജിത്ത് കുമാർ, ശാന്ത സോളമൻ, മിനി ആന്റോ, വെറ്റിനറി പോളിക്ലിനിക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സഹീർ അബ്ദു എന്നിവർ സംസാരിച്ചു. ചാഴൂർ തിയേറ്റർ ആർമിയുടെ നേതൃത്വത്തിൽ ALP സ്കൂളിൽ നടന്നുവരുന്ന കുട്ടികൾക്കായുള്ള നാടക പരിശീലന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. തിയേറ്റർ ആർട്സ് സംവിധാനത്തിൽ ബിരുദാനന്തര ബിരുദവും ജവഹർലാൽ ബാലഭവൻ മുൻ അധ്യാപകനുമായ TV ബാലകൃഷ്ണനാണ് ക്യാമ്പ് ഡയറക്ടർ. തിയേറ്റർ ആർമിയുടെ ആക്ട് ലാബിന്റെയും സ്ഥാപകനായ സജീവ് നമ്പിയത്ത് 2ാം ദിവസം ക്യാമ്പിൽ ക്ലാസ് എടുത്തു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാടക പ്രവർത്തകനായ ശശിധരൻ നടുവിലും കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം TV ബാലകൃഷ്ണനും നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒരു 85-86 കാലഘട്ടത്തിൽ 1985-86 കാലഘട്ടത്തിൽ ഇവിടെ ചാഴൂരിലേക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന ആള് ഇവിടെ നാടകങ്ങൾ ചെയ്യാനായിട്ട് എത്തുകയാണ് ചാഴൂരിലേക്ക് ആദ്യമായിട്ട്. TV ബാലകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ബാലേട്ടൻ അന്ന് എത്തിയിട്ട് അന്നൊരു തലമുറയെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അന്ന് വളരെ സജീവമായിട്ട് നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്ന ഒരു തലമുറയുണ്ട്. ഇപ്പോൾ ചിറാഗ് കോലി സജീവ്, അതുപോലെ തന്നെ ഷാജിയേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ചേട്ടന്മാർ സലീഷ്, അതുപോലെ ഒറ്റാലി സുരേഷ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാബുട്ടൻ ചേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു വലിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിലേക്കാണ് ബാലകൃഷ്ണൻ ചേട്ടൻ ഇവിടെ അന്തിക്കാട് മാങ്ങാട്ടുകര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ജനുവരി 15 നടക്കുന്ന ദേശവിളക്കിന്റെ അനുവാദം വാങ്ങൽ ചടങ്ങും നോട്ടീസ് പ്രകാശനവും വിളക്കു കുറിക്കൽ ചടങ്ങും ഭക്തിസാന്ദ്രമായി. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കോട്ട് അധ്യക്ഷനായ യോഗത്തിൽ മാങ്ങാട്ടുകര ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി JN മൂത്തേടത്തിൽ നിന്നും സേവാസംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുറക്കോട്ട് ദേശവിളക്കിന് അനുവാദം വാങ്ങി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അഖില കേരള ശാസ്താംപാട്ടു കലാകാര സംഘം സംസ്ഥാന പ്രസിഡന്റ് E രമേശന് നൽകി നോട്ടീസ് പ്രകാശനം ചെയ്തു. നമ്മളിവിടെ
മാങ്ങാട്ടുകര പ്രദേശത്ത് വീണ്ടും പഴയ കാലഘട്ടത്തിൽ നിന്നും വീണ്ടും നമ്മളിപ്പോൾ അയ്യപ്പൻ വിളക്കുമായിട്ട് നമ്മൾ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളിതിന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ ഈ നോട്ടീസ് പ്രകാശനം ഇവിടെ നടത്തപ്പെട്ടത്. എന്തായാലും ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്കറിയാം ഇവിടെയുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഈ മാങ്ങാട്ടുകര പ്രദേശവും അന്തിക്കാടും ശാസ്താംപാട്ട് കലാകാരന്മാരുടെ ഒരു വലിയ നാടാണ് എന്നുള്ള ഒരു അഭിമാനം കൂടി നമുക്കുണ്ട്. ക്ഷേത്രവാദികള അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് എൻ പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘം ഗുരുസ്വാമി അരുൺകുമാർ വിളക്കുകുറിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ആദ്യ സംഭാവന സംഘമണി പുറക്കോട്ടിൽ നിന്നും സേവാ സംഘം സെക്രട്ടറി വിപിൻ IV ഏറ്റുവാങ്ങി. യോഗത്തിൽ അരുൺകുമാർ, ആറ്റുപറമ്പത്ത് കണ്ണൻ, ബിജു, സഹേന്ദ്രൻ, സുരേഷ്, യതീന്ദ്രദാസ്, സേവാ സംഘം ട്രഷറർ രാംദാസ് കാണാട്ടു എന്നിവർ സന്നിഹിതരായി. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് യോഗിനിമാത ബാലികാ സദനത്തിന്റെ ഭജന അരങ്ങേറി. നിരവധി ഭക്തർ സംബന്ധിച്ചു. എറവ് സെന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കൊച്ചൂസ് ത്രേസ്യായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ ജോസ് ചാലക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, സഹവികാരി ഫാദർ ഡിബിൻ ഒലക്കേങ്കൽ എന്നിവർ കാർമ്മികരായി. ആഘോഷമായ ദിവ്യബലി, ലഥീൻ, നൊവേന, തിരുപ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവയുണ്ടായിരുന്നു. ജനുവരി 5, 6, 7, 8 തീയതികളിലാണ് തിരുനാൾ. ജനറൽ കൺവീനർ പോൾ കൊള്ളനൂർ, കൈക്കാരന്മാരായ ജസ്റ്റിൻ ചാലിശ്ശേരി കുറ്റൂക്കാരൻ, ഫ്രാൻസിസ് പാവർട്ടിക്കാരൻ, ചാക്കോച്ചൻ ജോസ് ചുങ്കത്ത്, വർഗീസ് പ്ലാക്കറ്റ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി വലപ്പാട് ഉപജില്ല ദ്വിദിന ക്യാമ്പിന് തുടക്കം. ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തുതൊഴിലാളി യൂണിയൻ 80ാം വാർഷികാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി സ്മൃതിയും ചെത്തുതൊഴിലാളികളെ ആദരിക്കലും നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ പരീക്കുട്ടി മാസ്റ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.